സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 28-ാം തീയതി കേരള PSC പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1918. തത്വപ്രകാശിക സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കേൽ യോഹന്നാൻ അല്ലെങ്കിൽ ശ്രീകുമാര ഗുരുദേവൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് AV കുട്ടിമാളു അമ്മ. ഇതിൽ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ D ആണ് തെറ്റായിട്ടുള്ള ജോഡി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അക്കാമ്മ ചെറിയാനെയാണ്. അക്കാമ്മ ചെറിയാനെയാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി ആരാണ് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇതിൽ ശരിയായിട്ടുള്ള പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി 1874 ആര്യ സമാജം സ്ഥാപിച്ചു. ദയാനന്ദ സരസ്വതിയുടെ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക എന്നത്. ഇതില് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ C ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് 1875. 1875. അടുത്ത ചോദ്യം, നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എന്തിനെയാണ്? നിസ്സഹരണ പ്രസ്ഥാനത്തെ. ഓപ്ഷൻ B ആണ് ഉത്തരം. മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, 90-ാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 90-ാം ആണ്ട് ലഹള തന്നിരിക്കുന്നു. അയ്യങ്കാളിയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. കൊല്ലവർഷം 1190 ഈ ലഹള നടന്നത്. പുലയ സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രക്ഷോഭം നടന്നത്. 90-ാം ആണ്ട് ലഹളയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ C ആണ് ഉത്തരം. 1, 3, 4. 1, 3, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇവിടെ തന്നിരിക്കുന്നത് കൊല്ലവർഷം 1190 ഈ ലഹള നടന്നത് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൊല്ലവർഷമാണ്. കൊല്ലവർഷം 1190 ഈ ലഹള നടന്നത്. ഏത് വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിലോ 1915. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. തന്നിരിക്കുന്നു, 1888 നവംബർ 11-ാം തീയതി ജനിച്ചു. അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് പ്രവർത്തിച്ചു. സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാവ് അറബ് വംശജയായിരുന്നു. മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്ന നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ഈ തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ A ആണ് ഉത്തരം. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ. ലോകത്തിലെ ആദ്യത്തെ ഭൂപടം
നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണ്? അനാക്സിമാൻഡർ ആണ്. അനാക്സിമാൻഡർ ലോകത്തിലെ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകനാണ് അനാക്സിമാൻഡർ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. കാരണം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളായും മാറ്റാൻ കഴിയുന്ന ഉപകരണമാണ് മോഡം. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡോനൈറ്റ് എന്നാണ്. മോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് മോഡം. ലാറ്റക്സ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ലിസ്ലി ലാംപോർട്ട് ആണ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വയർലെസ് ഫിഡലിറ്റി എന്നാണ്. വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നു മോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് മോഡം എന്നത്. മോഡം എന്നത് എന്താണ്? മോഡുലേറ്റർ ഡീമോഡുലേറ്റർ ആണ് മോഡം. മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. അടുത്ത ചോദ്യം, 1974 ഇന്ത്യയുമായി കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി. ഇന്ത്യയുമായിട്ട് കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സിരിമാവോ ഭണ്ഡാരനായകെ. സിരിമാവോ ഭണ്ഡാരനായകെ. 1974 ഇന്ത്യയുമായിട്ട് കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായകെ. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മിഷൻ ദിവ്യാസ്ത്രം. മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അഗ്നി 5. അഗ്നി 5ന്റെ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേര് നൽകിയത്. അടുത്തത്, 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ്. അലോക് ശുക്ല. ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്? നർഗീസ് മുഹമ്മദി. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. ഓപ്ഷൻ ഡി, വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ്. വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. അടുത്തത്, 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ, അതായത് NEP 2020 പ്രതിപാദിക്കുന്ന CMP എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? CMP എന്നതിൻ്റെ പൂർണ്ണരൂപം. CMP എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് കരിയർ മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ. കരിയർ മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈവ പരിചരണവും വിദ്യാഭ്യാസവും ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, ഭൂമിയിൽ 90 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? ഭൂമിയിൽ 90 കിലോഗ്രാം, എന്നാൽ ആ വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയായിരിക്കും? ഉത്തരം വരുന്നത് 15 കിലോഗ്രാം ആണ്. 15 കിലോഗ്രാം.
ചന്ദ്രനിലെ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമിയിലെ ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ 1/6 തുല്യമാണ്. 1/6. അപ്പോൾ 90 കിലോഗ്രാം ഭാരമുള്ള 90 കിലോഗ്രാം ഭൂമിയിൽ ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 15 കിലോഗ്രാം ആണ്. ഇനി വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ മലയാളം എന്ന തസ്തികയിലേക്കായിട്ടാണ് പരീക്ഷ നടത്തിയത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇനിയും ആവശ്യമായിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫഷണൽ ആൻസർ കീയും ടെലിഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്